നമസ്കാരം. ഞാൻ മേഘ ഗോവർദ്ധൻ റെഡ്ഡി. ബ്ലൂ പ്രിന്റ് സ്ട്രാറ്റജീസിലൂടെ ഞങ്ങൾ ചെയ്യുന്നത് ഭരണകൂടവും സാധാരണ ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ഡാറ്റയെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കണ്ടെത്തുകയാണ്. ഇന്ന് നമ്മൾ കേരളത്തിലെ ഉദുമ എന്ന മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ഘടനയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. പലതരം മനുഷ്യർ, പലതരം ജീവിത സാഹചര്യങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ, ഇതെല്ലാമുള്ള ഒരിടം. അപ്പോൾ എന്താണ് ഉദുമയുടെ യഥാർത്ഥ ചിത്രം? നമുക്ക് ഒരുമിച്ച് നോക്കാം. ഉദുമയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മളതിനെ മൂന്നായിട്ട് കാണണം. ഒന്ന്, കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശം. ഇവിടുത്തെ ജീവിതം കടലിനെയും മത്സ്യബന്ധനത്തെയും ആശ്രയിച്ചാണ്. 2, നല്ല പച്ചപ്പുള്ള ഇടനാടൻ ഗ്രാമങ്ങൾ, പ്രധാനമായും കർഷകരുടെ ലോകം. പിന്നെ മൂന്നാമത്തേത് മലയോര മേഖലകളാണ്. അവിടേക്ക് എത്തിപ്പെടാൻ ഇന്നും പ്രയാസമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പലയിടത്തും ഒരു സ്വപ്നം മാത്രം. ഈ 3 ലോകങ്ങളിലെയും ആളുകളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും തീർത്തും വ്യത്യസ്തമാണ്. ഉദുമയുടെ സാമ്പത്തികാവസ്ഥയുടെ ഒരു പ്രധാന ഭാഗം ഗൾഫിൽ നിന്ന് വരുന്ന പണമാണ്. അതുകൊണ്ടുതന്നെ ഗൾഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിന്റെ പ്രകമ്പനം ഉദുമയിലെ ഓരോ വീട്ടിലുമെത്തും. അതോടൊപ്പം തന്നെ ഡീസൽ വില കൂടുമ്പോൾ കടലിൽ പോകുന്നവനും വളത്തിന് വില കൂടുമ്പോൾ കൃഷിയിറക്കുന്നവനും ഒരുപോലെ ബുദ്ധിമുട്ടിലാകുന്നു. ഈ സാമ്പത്തിക സമ്മർദ്ദം സ്വാഭാവികമായും ഇവിടുത്തെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ഉദുമയുടെ ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഇവിടുത്തെ സാമൂഹിക ഘടനയും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങൾ ഏതാണ്ട് സമാനമായ അനുപാതത്തിൽ ഇവിടെ ഒന്നിച്ചു ജീവിക്കുന്നു. നായർ, ഈഴവ വിഭാഗങ്ങൾ, ഉൾനാടുകളിലെ മുസ്ലിം സമൂഹം, തീരദേശത്തെ ലത്തീൻ കത്തോലിക്കർ, ഇങ്ങനെയുള്ള പലതരം കൂട്ടായ്മകൾ ചേർന്നാണ് ഉദുമയുടെ രാഷ്ട്രീയ മനസ്സ് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈയൊരു സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിൽ നിന്ന് ജനങ്ങൾ ഭരണാധികാരികളോട് പറയാൻ ശ്രമിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ വിശകലനത്തിൽ 3 പ്രധാന സിഗ്നലുകൾ വളരെ വ്യക്തമായി തെളിഞ്ഞുവന്നു. നമുക്കവ ഓരോന്നായിട്ട് പരിശോധിക്കാം. മുന്നോട്ടുവരുന്ന 3 പ്രധാന വെല്ലുവിളികൾ ഇവയാണ്. ഒന്നാമത്തേത് വികസനരംഗത്തെ വലിയൊരു വിടവ്. രണ്ടാമത്തേത് എളുപ്പത്തിൽ തകരാവുന്ന ഒരു പ്രാദേശിക സമ്പദ്വ്യവസ്ഥ. മൂന്നാമത്തേത് പുറമേക്ക് നോക്കുമ്പോൾ ഉറച്ചതാണെന്ന് തോന്നാമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മാറിമറിയാൻ സാധ്യതയുള്ള ഒരു വോട്ടർ സമൂഹം. ആദ്യത്തെ സിഗ്നൽ നോക്കാം. വികസനത്തിലെ ആ വലിയ വിടവ്. ഡലമ്പാടി, മുളിയാർ പോലുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് ഇന്നും ശുദ്ധജലം ഒരു പ്രശ്നമാണ്. ഒരു മഴ പെയ്താൽ തകർന്നുപോകുന്ന റോഡുകൾ ഇപ്പോഴും ഒരുപാടുണ്ട്. അതിനെല്ലാമുപരി വർഷങ്ങളായി കേൾക്കുന്ന കാസർഗോഡ് മെഡിക്കൽ കോളേജ് എന്ന വാഗ്ദാനം ഇന്നും നടക്കാത്തൊരു സ്വപ്നമായി തുടരുന്നു. ഇത് വെറുമൊരു വികസന മുരടിപ്പല്ല, ജനങ്ങളുടെ വിശ്വാസത്തിനേൽക്കുന്ന ഒരു മുറിവുകൂടിയാണ്. ഇനി മൂന്നാമത്തെ സിഗ്നലിലേക്ക് വരാം. അസ്ഥിരമായ വോട്ടർമാർ. ഈ ചാർട്ടൊന്ന് ശ്രദ്ധിക്കൂ. LDF തുടർച്ചയായി ഇവിടെ ജയിക്കുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ അവരുടെ ഭൂരിപക്ഷം നോക്കൂ, ഒരു തിരമാല പോലെയാണത്. 2011 നിന്ന് 2016 ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു. എന്നാൽ 2021 അത് വീണ്ടും കുതിച്ചുയർന്നു. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്: ഇവിടത്തെ വോട്ടർമാരുടെ പിന്തുണ ആരും സ്ഥിരമായി കണക്കാക്കരുത്. ഏകദേശം 75 മുതൽ 80% വരെ ആളുകൾ എല്ലാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നതിനർത്ഥം അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട് എന്നാണ്. എന്നാൽ ആ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ തങ്ങളുടെ വോട്ടൊരു ആയുധമായി ഉപയോഗിക്കാൻ അവർ മടിക്കില്ല എന്ന് ഈ കണക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിടവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്? പ്രശ്നം വ്യക്തികളിലാണോ അതോ സിസ്റ്റത്തിലാണോ? അടുത്തതായി നമുക്ക് ഉദുമയിലെ ഭരണസംവിധാനത്തിന്റെ പ്രകടനത്തെയൊന്ന് സൂക്ഷ്മമായി വിലയിരുത്താം. നിലവിലെ MLA CH കുഞ്ഞമ്പുവിന് CPIMന്റെ ശക്തമായ പാർട്ടി സംവിധാനത്തിന്റെ വലിയ പിന്തുണയുണ്ട്. എന്നാൽ റോഡുകൾ, ആശുപത്രികൾ തുടങ്ങിയ പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യമെടുത്താൽ ജനങ്ങൾക്കിടയിലെ വിലയിരുത്തൽ അത്ര മികച്ചതല്ല. അവിടെയാണ് പ്രധാന പ്രശ്നം. ചിലപ്പോൾ ചില വാക്കുകൾക്ക് വലിയ മുറിവുകളുണ്ടാക്കാൻ സാധിക്കും. എൻഡോസൾഫാൻ ദുരിതബാധിതരോട് അവർ ഒരിക്കലും തൃപ്തരാവില്ല എന്ന രീതിയിൽ നടത്തിയൊരു പരാമർശം അത്തരത്തിലൊന്നായിരുന്നു. അത് ജനങ്ങളും നേതാവും തമ്മിലുള്ള വിശ്വാസത്തിന്റെ ആ ഒരു ചരട് പൊട്ടിക്കുന്നതിന് തുല്യമായി. അധികാരം ജനങ്ങളുടെ വേദനയിൽ നിന്ന് എത്രത്തോളം അകലെയാണെന്ന് ആ ഒരൊറ്റ വാചകം തെളിയിച്ചു. ഭരണം എന്നത് മുകളിൽ നിന്നുള്ള ഒരു കൽപ്പനയല്ല, അത് ജനങ്ങളുമായി നടത്തുന്ന ഒരു സംഭാഷണമാണ്. ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നു. ആ അന്തസ്സിന്റെ ഒരു പ്രധാന ഭാഗമാണ് അവരുടെ ശബ്ദം ബഹുമാനത്തോടെ കേൾക്കുക എന്നത്. അത് ഏതെങ്കിലും ഒരു നേതാവ് നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് അവരുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. ഈ ഭരണപരമായ പ്രശ്നങ്ങളൊക്കെ വോട്ടർമാരെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഓരോ തിരഞ്ഞെടുപ്പിലും ഇതൊക്കെ എങ്ങനെയാണ് വോട്ടുകളായി മാറുന്നത്? നമുക്കിനി ഉദുമയിലെ വോട്ടിംഗ് കണക്കുകളിലേക്ക് ആഴത്തിൽ പോകാം. ഇതൊരു മണ്ഡലം തലത്തിലുള്ള കളിയല്ല, മറിച്ച് ഓരോ ഗ്രാമത്തിലും ഓരോ ബൂത്തിലും നടക്കുന്ന ഒരു സൂക്ഷ്മമായ പോരാട്ടമാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് വിഹിതം നോക്കൂ. LDFന് ഒരു അടിസ്ഥാന വോട്ട് ബേസുണ്ട്. പക്ഷേ
UDFും എപ്പോഴും തൊട്ടടുത്ത് തന്നെയുണ്ട്. ശക്തമായൊരു മത്സരമാണ് കാഴ്ചവെക്കുന്നത്. BJPയും സ്ഥിരമായൊരു വോട്ടുവിഹിതം നിലനിർത്തുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഉദുമ ഒരു തരംഗമണ്ഡലമല്ല, ശക്തമായ അടിത്തട്ടിലുള്ള പോരാട്ടം നടക്കുന്ന ഒരിടമാണ് എന്നാണ്. പ്രധാന എതിർസ്ഥാനാർത്ഥിക്ക് സ്ഥിരമായ ഒരു വോട്ടടിത്തറയുണ്ട്. അതുകൊണ്ടുതന്നെ ഒരു 5 മുതൽ 7% വോട്ടുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി തിരഞ്ഞെടുപ്പ് ഫലം തന്നെ മാറിമറിയാൻ. ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയവർ, പ്രതിസന്ധിയിലായ കർഷകർ, സ്ത്രീകൾ, ഇങ്ങനെ അതൃപ്തരായ ചെറിയ വിഭാഗങ്ങളുടെ വോട്ടുകൾക്ക് പോലും ഇവിടെ വിജയവും പരാജയവും തീരുമാനിക്കാനാകും. ചിലപ്പോൾ പരിഹാരങ്ങൾ നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പഠിക്കാൻ സാധിക്കും. മഞ്ചേശ്വരത്തെ ഈ തന്ത്രം നോക്കൂ. അവിടെ അമ്പലവും പള്ളിയും ഒരുമിച്ച് ചേർന്ന് ഒരു സാമൂഹ്യ സദ്യ നടത്തി. ഇതൊരു വെറും സദ്യ ആയിരുന്നില്ല, മറിച്ച് സാമൂഹിക ഐക്യത്തിലൂടെ രാഷ്ട്രീയ സമവായം ഉണ്ടാക്കാമെന്ന ഒരു വലിയ സന്ദേശമായിരുന്നു. ഭിന്നിപ്പിനു പകരം ഒരുമയാണ് വേണ്ടതെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഈ പ്രശ്നങ്ങളും ഡാറ്റയും ജനങ്ങളുടെ ശബ്ദവുമെല്ലാം വച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം വേണ്ടേ? ഇതിനെ എങ്ങനൊരു പ്രായോഗിക ഭരണ പദ്ധതിയായി മാറ്റാം? നമുക്ക് ഉദുമയുടെ ഭാവിക്കായുള്ള ഒരു രൂപരേഖയിലേക്ക് കടക്കാം. ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു 4-ഘട്ട പദ്ധതിയാണിത്. ഒന്നാമത്തേത് യുവാക്കൾക്കും ഗൾഫിൽ നിന്നും മടങ്ങിയെത്തിയവർക്കും തൊഴിലവസരങ്ങൾ. രണ്ടാമത്തേത് കൃത്യമായ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം. മൂന്നാമത്തേത് അന്തസ്സോടെയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ. നാലാമത്തേത് ജനങ്ങളുടെ പരാതികൾക്ക് കൃത്യമായി പരിഹാരം കാണാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സംവിധാനം. ഈ പദ്ധതി വെറും വാക്കുകളല്ല, അതിന് ചില വ്യക്തമായ ഉദാഹരണങ്ങളിതാ. ഉദുമയിൽ ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങുക, ബേക്കൽ തീരദേശ ബൈപ്പാസിന്റെ പണി വേഗത്തിലാക്കുക, കാസർഗോഡ് മെഡിക്കൽ കോളേജ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക, വിളനാശം സംഭവിക്കുന്ന കർഷകർക്ക് വേഗത്തിൽ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക. ഇതെല്ലാം ജനങ്ങളുടെ പരാതികളിൽ നിന്ന് നേരിട്ട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. ജനങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും വെറും ഡേറ്റയല്ല, അത് അവരുടെ ജീവിതമാണ്. അതുകൊണ്ടുതന്നെ ആ വിവരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ അനുവാദവും സ്വകാര്യതയും സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്ത്യയിലെ പുതിയ നിയമങ്ങളും അതാണ് പറയുന്നത്. ജനങ്ങൾ നൽകുന്ന വിവരങ്ങൾ അവരുടെ നന്മയ്ക്കു വേണ്ടി സുരക്ഷിതമായി ഉപയോഗിക്കുമെന്ന് ഉറപ്പു നൽകുന്ന വിശ്വാസത്തിൽ പടുത്തുയർത്തിയ ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യം. ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരു ചതുർമുഖ സമീപനം ആവശ്യമാണ്. അതായത് 4 ഭാവങ്ങളുള്ള ഒരു തന്ത്രം. 1. മെഡിക്കൽ കോളേജ് പോലുള്ള ഭരണപരാജയങ്ങൾക്കെതിരെ ശിവനെപ്പോലെ ശക്തമായി ശബ്ദമുയർത്തുക. 2. എല്ലാ സമുദായങ്ങളെയും ഒരുമിപ്പിച്ച് വിഷ്ണുവിനെപ്പോലെ സ്ഥിരതയും ഐക്യവും ഉറപ്പാക്കുക. 3. നൈപുണ്യ വികസന കേന്ദ്രം പോലുള്ള പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്ന ബ്രഹ്മവാകുക. 4. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഉപജീവനം സംരക്ഷിക്കുന്ന ദുർഗയാകുക. ഈ 4 ഭാവങ്ങളും ചേരുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ മാറ്റം സാധ്യമാകുന്നത്. ഉദുമയുടെ സങ്കീർണമായ സാമൂഹിക ഘടനയെ ഭിന്നിപ്പിക്കാൻ വ്യാജവാർത്തകളും മറ്റും ഉപയോഗിക്കുന്ന ശക്തികൾക്കെതിരെ നമ്മൾ ജാഗ്രത പാലിക്കണം. കാരണം ഉദുമയുടെ ഭാവി കെട്ടിപ്പടുക്കേണ്ടത് വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പരസ്പരം കേൾക്കാനും ബഹുമാനിക്കാനും വിശ്വസിക്കാനും തയ്യാറാകുന്ന ഒരു കൂട്ടായ്മയിലാണ്. ജനങ്ങളുടെ ശബ്ദത്തിന് വില കൽപ്പിക്കുന്ന ഒരു ഭരണമാണ് അവർ അർഹിക്കുന്നത്. അത് അവരുടെ അവകാശമാണ്. നിങ്ങളൊരു ജനകീയ നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai അല്ലെങ്കിൽ 084-2041-602 എന്ന നമ്പറിൽ വിളിക്കുക. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.